പാകിസ്ഥാന് കനത്ത മുന്നറിയിപ്പുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. പാകിസ്ഥാൻ പ്രത്യാക്രമണത്തിന് മുതിർന്നിരുന്നുവെങ്കിൽ ഒരു പൂർണ്ണ തോതിലുള്ള കരയുദ്ധത്തിന് ഭാരതം സജ്ജമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ക്രിസ്മസിന് എന്ത് ഗിഫ്റ്റ് ചെയ്യും? മൈജിയിലുണ്ടല്ലോ എല്ലാം. ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഡിജിറ്റൽ ആക്സസറീസ്, കൂടുതൽ ഓഫറുകൾ, കുറഞ്ഞ EMI. നേരെ മൈജിയിലേക്ക് പോയ പോരെ. പാകിസ്ഥാൻ ഏതൊരു പ്രകോപനത്തിനും ശക്തമായ മറുപടി നൽകാൻ ഇന്ത്യൻ സൈന്യം സർവ്വസജ്ജമാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയുടെ പവർ അറിഞ്ഞ പാകിസ്ഥാന് ഇന്ത്യയുമായി ഇനി നേരിട്ട് മുട്ടാനുള്ള ഒരു ധൈര്യം ഉണ്ടാകില്ല. അത് 100% ഉറപ്പാണ്. എന്നാൽ വളഞ്ഞ വഴിയിലൂടെ ഇന്ത്യയെ എങ്ങനെ തകർക്കാനാകുമെന്ന ശ്രമങ്ങളാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ പാകിസ്ഥാൻ എന്തെങ്കിലും പിശക് വരുത്തിയിരുന്നുവെങ്കിൽ അതിർത്തി കടന്നുള്ള കരസേനാ നീക്കത്തിന് സൈന്യം പൂർണ്ണമായും തയ്യാറെടുത്തിരുന്നുവെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ദില്ലിയിൽ നടന്ന വാർഷിക പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത യുദ്ധമുറകളുള്ള സാഹചര്യം പാകിസ്ഥാനെതിരെ ഇന്ത്യ വിപുലീകരിച്ചുവെന്ന് ജനറൽ ദ്വിവേദി ചൂണ്ടിക്കാട്ടി. കരസേനയുടെ സജ്ജീകരണം ഓപ്പറേഷൻ സിന്ദൂർ നടന്ന 88 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ വിന്യാസം അതിശക്തമായിരുന്നു. പാകിസ്ഥാൻ ഒരു ചെറിയ പിശക് വരുത്തിയിരുന്നെങ്കിൽ പോലും ഇന്ത്യൻ ടാങ്കുകളും കാലാൾപ്പടയും അതിർത്തി കടക്കുമായിരുന്നു. ഇന്ത്യയുടെ സൈനിക നീക്കം ആണവായുധത്തിലേക്ക് നയിക്കുമെന്ന പാകിസ്ഥാന്റെ സ്ഥിരം ഭീഷണികളെ ഭാരതം ഈ ഓപ്പറേഷനിലൂടെ തകർത്തെറിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ 100ഓളം സൈനികരെയും ഭീകരരെയും ഇന്ത്യ വധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഭീകരവാദത്തിനെതിരെ ചെറിയ നീക്കങ്ങൾ മാത്രം നടത്തിയിരുന്ന ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാൻ ഉള്ളിലേക്ക് കയറി ആക്രമിക്കാനുള്ള കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. ശത്രുവിന്റെ പിഴവിനായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അവർ ഒരു ചുവട് പിഴച്ചിരുന്നുവെങ്കിൽ ഇന്ത്യൻ സൈന്യം കറാച്ചി വരെ എത്തുമായിരുന്നുവെന്നും ജനറൽ ദ്വിവേദി പറഞ്ഞു. ജമ്മു കാശ്മീരിൽ ആർട്ടിലറി ഷെല്ലിങ്ങിലൂടെ പാകിസ്ഥാൻ നടത്തിയ പ്രകോപനങ്ങൾക്ക് ഇന്ത്യൻ സൈന്യം നൽകിയ കനത്ത തിരിച്ചടി ശത്രു രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ചൈനയുമായുള്ള അതിർത്തിയിലും സൈന്യം അതീവ ജാഗ്രതയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയതയിൽ അധിഷ്ഠിതമായ നയതന്ത്രവും സൈന്യത്തിന് നൽകിയിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവുമാണ് ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള വലിയ വിജയങ്ങൾക്ക് പിന്നിലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ശത്രുവിന്റെ മണ്ണിൽ പോയി നേരിടുക എന്ന നവഭാരതത്തിന്റെ നയമാണ് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്. തിയേറ്റർ കമാൻഡുകളിലേക്കുള്ള മാറ്റം വളരെ ആലോചിച്ച് നടപ്പിലാക്കുന്ന ഒന്നാണെന്നും ഇതിനായി ഇന്ത്യൻ സൈന്യം പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക, സൈനികരുടെ ക്ഷേമം ഉറപ്പാക്കുക, വനിതാ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക തുടങ്ങിയവ സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. വനിതാ ഉദ്യോഗസ്ഥരുടെ പ്രകടനം വളരെ മികച്ചതാണെന്നും ടെറിട്ടോറിയൽ ആർമി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂടുതൽ വനിതകൾക്ക് അവസരം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൈനികർക്കും വിമുക്ത ഭടന്മാർക്കും പ്രൊജക്ട് നമൻ പോലുള്ള ക്ഷേമ പദ്ധതികൾ വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഏപ്രിൽ 2 പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരർ നടത്തിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് മെയ് 7 മുതൽ 10 വരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു. ഇതിൽ 26 പേർ കൊല്ലപ്പെട്ടു. അവരിൽ ഭൂരിഭാഗവും വിനോദസഞ്ചാരികളാണ്. പാകിസ്ഥാൻ, പാക് അധീന കാശ്മീർ എന്നിവിടങ്ങളിലെ 9 ഭീകര ക്യാമ്പുകൾ നശിപ്പിച്ചു. 7 ഇന്ത്യൻ സൈന്യവും 2 ഇന്ത്യൻ വ്യോമസേനയും. ആക്രമണങ്ങൾ കൃത്യതയുള്ളതും സമയബന്ധിതവുമായിരുന്നു. ആക്രമണ നിയന്ത്രണം നിലനിർത്തുന്നതിനൊപ്പം പ്രതിരോധം ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യൻ സൈനിക സിവിലിയൻ ആസ്തികൾ, ഡ്രോണുകൾ ഉപയോഗിച്ച് ലക്ഷ്യമിടാനുള്ള പാകിസ്ഥാന്റെ തുടർന്നുള്ള ശ്രമങ്ങൾ ആർമി എയർ ഡിഫൻസ് യൂണിറ്റുകൾ വിജയകരമായി പരാജയപ്പെടുത്തി. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.